ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെയാണ് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മുമ്പ് വരെയാണ് എടുത്തത്. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻറ്റേർണൽ എനർജി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ യു എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി നമ്മൾ തെർമോഡൈനാമിക്സിൽ സൂചിപ്പിക്കുക. ഇൻറ്റേർണൽ എനർജി, അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഇൻട്രൻസിക് എനർജി എന്നും പറയാറുണ്ട് കേട്ടോ. സോ നമുക്ക് എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് പഠിക്കാം. അതിന് മുമ്പ് എനർജി, അങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പഠിക്കാം. എന്താണ് ഒരു മോളിക്യൂളിൻ്റെ എനർജി? ഒരു മോളിക്യൂളിൻ്റെ മൊത്തം എനർജി, ദാറ്റ് മീൻസ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ, ഇപ്പം നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കാനുള്ള എനർജി, ചിരിക്കാനുള്ള എനർജി. നമ്മളെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? പഠിക്കുന്നത് മാത്രമാണോ? അല്ല. കുട്ടി നല്ല എനർജറ്റിക് ആണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? പാട്ടുപാടും, ചിത്രം വരയ്ക്കും, കളിക്കും, പഠിക്കും, അല്ലേ? നല്ല ആക്റ്റീവായിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ കുട്ടി നമ്മൾ മൊത്തത്തിൽ പറയും നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടിയാണെന്നല്ലേ. അതേപോലെ തന്നെ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച്, ഒരു ആറ്റത്തിനെ സംബന്ധിച്ച്, ഇതിപ്പം ഒരു ആറ്റമല്ല, നമ്മളിവിടെ മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു, മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ്, മാക്രോസ്കോപ്പിക് ആകുമ്പോഴാണ് സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തെർമോഡൈനാമിക്സ് വരുന്നത്. അപ്പം ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് മാക്രോസ്കോപ്പിക് കൈനറ്റിക് എനർജി പ്ലസ് an internal energy due to the motions and interactions at the molecular level. ഓക്കെ, ഇൻറ്റേർണൽ എനർജി. ഈ മൂന്ന് എനർജിയുടെയും കൂടി സമ്മാണ് ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ആൻഡ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡ്യൂ ടു ദ മോഷൻ, അല്ലേ? അതേപോലെ തന്നെ വരുന്നത് മോളിക്കുലാർ ലെവലിലുള്ള അതിൻ്റെ ഇൻറ്റേർണൽ എനർജി. ഒരു മോളിക്യൂളിൻ്റെ ഇൻറ്റേർണൽ എനർജി, അതാണ് അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? ടോട്ടൽ എനർജി. സോ ദ ഇൻറ്റേർണൽ എനർജി, നമുക്കിവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒന്നും അല്ല. നമ്മൾ നോക്കുന്നത് ഇൻറ്റേർണൽ എനർജിയെ പറ്റിയിട്ടാണ്. ദ ഇൻറ്റേർണൽ എനർജി ഓർ ആൻ ഇൻട്രൻസിക് എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ഇൻട്രൻസിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the kinetic energies of molecule is associated with its translational motion, translational energy and rotational energy, vibrational energy and electronic energy. ഈ ഇത്രയും എനർജിയും കൂടി ചേർന്നതിൻ്റെ സമ്മാണ് എന്ത് പറയുന്നത്? ഒരു മോളിക്യൂളിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ടോട്ടൽ എനർജി, ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചുള്ള ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇൻറ്റേർണൽ എനർജി. വാട്ട് ഈസ് മീൻ ബൈ ഇൻറ്റേർണൽ എനർജി? ഇൻറ്റേർണൽ എനർജി ഓർ ഇൻട്രിൻസിക് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് total kinetic energies associated with the translational motion of an atom or a molecule, rotational energy of a molecule, vibrational energy of a molecule and electronic energy of the molecules. Okay, അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സമ്മാണ് എന്തെന്ന് പറയുന്നത്? ആൻഡ് ന്യൂക്ലിയർ മോഷൻസ് ഓഫ് ദ മോളിക്കുലാർ ലെവൽ. മോളിക്യൂൾസിൻ്റെ ന്യൂക്ലിയർ മോഷൻസിൻ്റെയും കൂടി സമ്മാണ് ഇൻറ്റേർണൽ എനർജി. അതുകൊണ്ട് ഇതിപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. അപ്പം ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ്, റൊട്ടേഷണൽ, വൈബ്രേഷണൽ, ഇലക്ട്രോണിക്, ദെൻ ന്യൂക്ലിയർ മോഷൻസ് അറ്റ് ദ മോളിക്കുലാർ ലെവൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒക്കെ കൂടിയുള്ളൊരു സമ്മാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് ഒന്ന് ജനറലായിട്ട് പറഞ്ഞാൽ internal energy is the sum total of kinetic and potential energy of molecule. കണ്ടോ? internal energy എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാം? internal energy is the sum total of kinetic and potential energy of molecule ആട്ടോ. മോളിക്യൂൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ടോട്ടൽ എനർജിയിൽ വരുന്ന ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് മീൻസ് എനർജി ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് എ സിസ്റ്റം ഓർ ഓഫ് എ ഹോൾ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൻ്റെയും മാക്രോസ്കോപ്പിക് ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി.
macroscopic kinetic energy due to the motion as a whole. And okay, this is one internal energy. Internal energy എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻസ് അറ്റ് മോളിക്കുലാർ ലെവൽ, അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കുലാർ ലെവലിലേക്ക് പോകുന്ന എനർജിയും കൂടി കൂടിയിട്ടുള്ളതാണ് ടോട്ടൽ എനർജി. ഈ പറഞ്ഞ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാം? ഇപ്പം സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മോളിക്യൂൾ. അത് മോളിക്കുലാർ ലെവലിലുള്ള കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എനർജി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. മനസ്സിലായല്ലോ? അപ്പം ദ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് എക്സ്ക്ലൂഡിംഗ് ദ മാക്രോസ്കോപ്പിക് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി resulting its motion as a whole and position in space. That means internal energy എന്ന് പറഞ്ഞാൽ it's become total energy. Internal energy is become total energy when excluding the macroscopic values of potential and kinetic energy. Potential energy and kinetic energy. ഈ പറഞ്ഞ മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻറ്റേർണൽ എനർജി ആസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റമായിട്ട് നമുക്ക് കിട്ടൂലേ? അപ്പം നമുക്ക് നമ്മളൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പം മോസ്റ്റ് ഓഫ് ദ തെർമോഡൈനാമിക് അപ്ലിക്കേഷൻസ് നമ്മൾ വി ആർ കൺസിഡറിങ് ദ സിസ്റ്റം. ദാറ്റ് മീൻ ദ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ലെവൽ. ശരിയല്ലേ? നമ്മളൊരു ഫ്ലാസ്കിൽ വെച്ച ചായ വെച്ച് നോക്കുമ്പോൾ അത് സിസ്റ്റമാണല്ലേ. ആ സിസ്റ്റം ചില പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നതായിട്ടോ സിസ്റ്റത്തിൻ്റെ മോഷനോ സിസ്റ്റത്തിൻ്റെ വെലോസിറ്റിയോ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിന് സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് സീറോ ആയിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാം ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എങ്ങനെ? ഫോർ എ പെർട്ടിക്കുലർ സിസ്റ്റമിന് തെർമോഡൈനാമിക്സ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? മോസ്റ്റ് ഓഫ് ദ തെർമോഡൈനാമിക് അപ്ലിക്കേഷൻസ് ദ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ലെവൽ ആൻഡ് എക്സ്റ്റേണൽ ഫീൽഡ് വിൽ നോട്ട് ബി പ്രസൻറ്റ്. So the potential energy, macroscopic potential energy and macroscopic kinetic energy, its book will be zero and total energy will be equal to internal energy of the system. So in the case of thermodynamics, the total energy of a system which is equal to the internal energy of the system നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? ആൻഡ് ഇൻറ്റേർണൽ എനർജി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ കെമിക്കൽ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആസ് വെൽ ആസ് ഇറ്റ്സ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം. സോ ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് വാല്യൂ of an internal energy, it cannot be determined because it is not possible to measure the exact value of energy at a particular instant. Okay, so ഇൻറ്റേർണൽ എനർജിയുടെ അബ്സൊല്യൂട്ട് വാല്യൂ നമുക്കൊരിക്കലും നമുക്ക് U1 ഇപ്പം ഇൻറ്റേർണൽ എനർജി അറ്റ് എ പെർട്ടിക്കുലർ ടൈം 1 സെക്കൻഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റേർണൽ എനർജി ആഫ്റ്റർ 10 സെക്കൻഡ് നമുക്ക്, അല്ലെങ്കിൽ ആഫ്റ്റർ 10 മിനിറ്റ്സ് നമുക്ക് അറ്റ് എ പെർട്ടിക്കുലർ ടൈമിലുള്ള ഇൻറ്റേർണൽ എനർജി നമുക്ക് അബ്സൊല്യൂട്ടായിട്ട് നമുക്ക് എനർജി മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ ചേഞ്ച് ആയിരിക്കും. നമ്മൾ ചേഞ്ചിൻ്റെ, അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്തായിട്ട് എഴുതാം? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ U ഇസ് ഈക്വൽ ടു U2 മൈനസ് U1. നമ്മളെപ്പോഴും നമ്മൾ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചാണ് നമ്മൾ മെഷർ ചെയ്യുക. അബ്സൊല്യൂട്ട് എനർജി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ വി ഷുഡ് മെഷർ ഓൾവേസ് ആസ് ഇൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് ദ പാത്ത് ഓഫ് എ സിസ്റ്റം. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ കൺസർവേഷൻ ഓഫ് എനർജി, ഇങ്ങനെ രണ്ട് രീതിയിലും പറയും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഓൾസോ ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ദിസ് ഈസ് കോൾഡ് വാട്ട്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ,
അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ ക്വാണ്ടിറ്റി ഓഫ് വൺ ഫോം ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സാക്ട്ലി ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് കൈൻഡ്സ് മസ്റ്റ് ഡിസപ്പിയർ. ഓക്കെ, മറ്റൊരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി ഓഫ് വൺ ഫോം ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരു ഫോമിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് എക്സാക്ട്ലി ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് അതർ കൈൻഡ് മസ്റ്റ് ഡിസപ്പിയർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഇഫ് എ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദ സിസ്റ്റം ഒക്കേഴ്സ് ഇൻ എ പ്രോസസ്, the change is exactly compensated by change in the energy of the surroundings. എന്താണ്, ഒരു ചേഞ്ച് ഇൻ എനർജി, സിസ്റ്റത്തിനകത്തൊരു ചേഞ്ച് ഇൻ എനർജി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചേഞ്ച് എന്ത് ചെയ്യും, എക്സാക്ട്ലി ദാറ്റ് വിൽ കോമ്പൻസേറ്റഡ് ബൈ ചേഞ്ച് ഇൻ എനർജി ഓഫ് സറൗണ്ടിങ്സ് ആ എനർജി കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Mathematically it is written like delta U, internal energy delta U, capital U ആണ്. internal energy delta U is equal to Q plus W, where W is the work done on the system and Q is the energy transferred as heat to the system. കണ്ടോ, രണ്ടും to the system. Work done on a system and the heat is transferred to the system. ഓക്കെ, സോ അപ്പം എനർജി, ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡണ്ണിനെയും അതുപോലെ തന്നെ ഹീറ്റിനെയും എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം അതുകൊണ്ട് തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ internal energy does not changes. Internal energy does not change ആണ്. According to first law of thermodynamics, internal energy of an isolated system is constant. ഇതും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു റൂളായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയാം. എന്താ ഫസ്റ്റ് ലോ പറയുന്നത്, ഫസ്റ്റ് ലോയുടെ ഒരു എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇതും പറയാം. എന്താണ് ഫസ്റ്റ് ലോ പ്രകാരം നമുക്ക് ഇൻറ്റേർണൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതും ഫസ്റ്റ് ലോ തന്നെയാണ്. ഇനി വർക്കിനനുസരിച്ച് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കം പോസിറ്റീവ്, W ഈസ് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, സോ ഇറ്റ്സ് ബിക്കം നെഗറ്റീവ്, W ഈസ് ബിക്കം നെഗറ്റീവ്. സോ ഇക്വേഷൻ എന്തായി, Q മൈനസ് W ആയിട്ട് മാറും. ഇപ്പം ഹീറ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ Q പോസിറ്റീവ് ആയിരിക്കും, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പ്രഷർ വോളിയം വർക്ക്സിൽ ഫോർ എ പ്രോസസ് ഇൻവോൾവിങ് ഓൺലി പ്രഷർ വോളിയം വർക്ക്സ് ആണെങ്കിൽ, പ്രോസസ് ഇൻവോൾവിങ് ഓൺലി ഇൻ എ പ്രഷർ വോളിയം വർക്ക് ആണെന്നുണ്ടെങ്കിൽ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് P ഡെൽറ്റ വി ആയിരിക്കും. ഡെൽറ്റ വി മീൻസ് ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ ഡെൽറ്റ U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ U, ഡെൽറ്റ U ഈസ് ഈക്വൽ ടു Q പ്ലസ് മൈനസ് P ഡെൽറ്റ വി എന്ന് വരും. സോ Q മൈനസ് P ഡെൽറ്റ വി എന്നാവും അതിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ഐസോകോറിക് പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ ഡെൽറ്റ വി ഷുഡ് ബി 0. കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഡെൽറ്റ വി ഷുഡ് ബി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ U ഈസ് ബിക്കം Q അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, QV. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിവോൾവ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പം അത് മാത്രമായിട്ടായിരിക്കും വരിക. ഓക്കെ, സോ ദീസ് ആർ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മനസ്സിലായ മക്കളെ? ഇതാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ലോയുടെ ഭാഗത്തായിട്ട് വരുന്നതാണ് മറ്റൊരു പ്രോസസ്സാണ്, ഇൻറ്റേർണൽ എനർജി പോലെ തന്നെ വരുന്ന മറ്റൊരു പ്രോസസ്സാണ് എൻതാൽപ്പി.
എൻതാൽപ്പി എന്ന് പറയുന്നൊരു ഭാഗം, എൻതാൽപ്പി. അപ്പം the process is carried out at a constant volume. The heat is added to system is equal to change in internal energy. ഓക്കെ, നമ്മൾ കണ്ടു എന്താണ് at a constant volume, isochloric volume. In the case of at a constant volume എന്താ സംഭവിക്കുന്നത്? Internal energy of a system is equal to the heat added or liberated from the system, QV എന്നായിട്ട് വരും. അപ്പം നമുക്ക് ഇൻ ദ പ്രോസസ് ഇൻ വിച്ച് ഫ്രീ ചേഞ്ചസ് ഇറ്റ്സ് വോളിയം, അല്ലേ, ഫ്രീ ആയിട്ട് വോളിയം ചേഞ്ച് ചെയ്യണം, ഫ്രീ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് വോളിയം, എനർജി ഈസ് അപ്ലൈഡ് ടു ഹീറ്റ് ടു ദ സിസ്റ്റം ആൻഡ് ഈസ് ലോസ് ടു സറൗണ്ടിങ്, ദാറ്റ് ഇസ് കോൾഡ് എക്സ്പാൻഷൻ. ഫ്രീ ആയിട്ട് നോക്കൂ, ഇപ്പം ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക, ഇതാണ് വോളിയം. ഫ്രീ ആയിട്ട് ഇതാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഫ്രീ ആയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പം വോളിയം കംപ്രഷനേ പറ്റുള്ളൂ. വർക്ക് ചെയ്യുമ്പോൾ കംപ്രസ്ഡ് ആവുക ചെയ്യുക. ഫ്രീ എന്ന് പറയുമ്പം നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ വോളിയം ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറുക. ദാറ്റ്സ് മീൻ എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ ഓർ ദ എക്സ്പാൻഷൻ വർക്ക് നമുക്ക് പറയാം. അപ്പോൾ എന്താ സംഭവിച്ചത്? എക്സ്പാൻഷനാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷർ റേഞ്ചിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. പ്രഷർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന വോളിയം കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മൾ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അത് എക്സ്പാൻഷൻ നടക്കും. ഫ്രീ ആയിട്ട് എക്സ്പാൻഷൻ നടക്കും. വോളിയം ചേഞ്ച് ചെയ്യും പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പം. ഓക്കെ, സോ ദിസ് ക്വാണ്ടിറ്റി, ദിസ് പാരാമീറ്റർ എങ്ങനെ? The heat, that means the heat supplied to the system at a constant pressure is equal to changes in another thermodynamic property. That property is called what? Enthalpy. Enthalpy. ഇപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? നമ്മൾ ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു സിസ്റ്റത്തിലേക്ക് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ദർ ഷുഡ് വേരീസ് ദെയർ എനർജി, ദാറ്റ് മീൻ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പം വെൻ വി supply is heat and the constant pressure, they are equal to change in another thermodynamic property is called enthalpy. So the enthalpy of a system is defined as sum of enthalpy of a system is defined as the sum of the internal energy of the system and its additional pressure volume energy, that is previous energy of occupying space. This is called what? Enthalpy. H. U is the internal energy, P is the pressure and V is the volume. ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി എൻതാൽപ്പി കണ്ടുപിടിക്കുക. ഫോർ an absolute value of U cannot be determined, hence നമുക്ക് കറക്റ്റായിട്ടുള്ള അബ്സൊല്യൂട്ട് വാല്യൂ നമുക്ക് U ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എച്ചും എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല. സോ എൻതാൽപ്പി ഈസ് ഓൾസോ cannot be determined. അപ്പോൾ നമ്മൾ എന്തായിരിക്കും മെഷർ ചെയ്യുക? വി ഷുഡ് മെഷർ ചേഞ്ച് ഇൻ എൻതാൽപ്പി, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച്. വി ഷുഡ് മെഷർ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിങ് ദ പ്രോസസ്. ഓക്കെ, സോ ഫോർ ആൻ എക്സോതെർമിക് പ്രോസസ് ഇപ്പോൾ ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു H2 - H1 ആയിരിക്കും. ഫോർ ആൻ എക്സോതെർമിക് പ്രോസസ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഫോർ ആൻ എക്സോതെർമിക് പ്രോസസ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഫോർ ആൻ എൻഡോതെർമിക് പ്രോസസ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. മനസ്സിലായി പറഞ്ഞത്? ഫോർ ആൻ എക്സോതെർമിക് പ്രോസസ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ആൻഡ് എൻഡോതെർമിക് പ്രോസസ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു? ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദാറ്റ് റിലേഷൻ ഈസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. നമുക്കറിയാം ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. കേട്ടോ,
ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ദെൻ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു. അപ്പം ഇവിടെ നമുക്ക് പറയാം, ഫോർ എ പി വി വർക്ക് ഇറ്റ്സ് ഇൻവോൾവ് ദ പ്രോസസ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, മൈനസ് പി ഡെൽറ്റ വി എന്നാണ്. പി വി വർക്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി എന്നാണ്. സോ ക്യൂ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് പി ഡെൽറ്റ വി. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പി ഡെൽറ്റ വി എന്നാവും. ഡെൽറ്റ യു ഇൻറ്റു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കിട്ടും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ, ഡെൽറ്റ യു പ്ലസ് പി ബി, ക്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ അക്കോർഡിംഗ് ഫസ്റ്റ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ക്യൂ പി. Okay, that means for a process involving no work other than expansion work, ഒരു വർക്കും ഇല്ല സിസ്റ്റത്തിലേക്ക്, നമ്മൾ ഒരു വർക്കും ചെയ്യുന്നില്ല അതർ ദാൻ എക്സ്പാൻഷൻ വർക്ക്, എക്സ്പാൻഷൻ വർക്ക് അല്ലാത്ത ഒരു വർക്കും ഇല്ല എങ്കിൽ ദ എൻതാൽപ്പി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് ആഡഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏർലിയറിൽ നമ്മൾ കണ്ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി അല്ലേ. ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ക്യൂ വി, ഹീറ്റ് അബ്സോർബ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം എന്നാണ് കണ്ടത്. ഇവിടെ നമ്മൾ കണ്ടത് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് കണ്ടു. സോ വി ക്യാൻ റിട്ടൺ ആസ് ക്യൂ പി ഇസ് ഈക്വൽ ടു ക്യൂ വി പ്ലസ് പി ഡെൽറ്റ വി. സോ ദിസ് ഈസ് ദ അനദർ റിലേഷൻ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? സോ ഇതാണ് നമ്മൾ ഇതിൻ്റെ മറ്റൊരു റിലേഷൻ വേർഷൻ. ഇനി ഇതിനെ നമ്പർ ഓഫ് മോൾസുമായിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, പി ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നല്ലേ. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി, എൻ ഡെൽറ്റ വി ഇൻറ്റു ആർ ടി. സോ ഇവിടെ നമ്മൾ ഡെൽറ്റ എൻ ജി ഗ്യാഷ്യസ് മോളിക്യൂൾ ഓഫ് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പം എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ അല്ല, ഇപ്പം CH4 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് H2O. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പം മീഥൈൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇത് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ NG എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഓഫ് റിയാക്റ്റൻറ്റ്, അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് ഒരു മോൾ മാത്രമേ ഉള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ്. സോ 1 മൈനസ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 2 മോൾഡ്, ഇവിടെ 1 ഇവിടെയും 1. സോ 1 മൈനസ് 2 ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, നമ്മൾ ഇതും ഗ്യാഷ്യസ് വേപ്പർ ആണെങ്കിലോ, ഇത് ഗ്യാഷ്യസ് വേപ്പർ ആയിരുന്നുവെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ്, ഗ്യാഷ്യസ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ് ഏതൊക്കെയാണ്, ഇവിടെ 1 മോൾ ഇവിടെയും 1 മോൾ. സോ 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്, ദാറ്റ് ഈസ് 2. 2 മൈനസ് 2 ഈസ് ബിക്കം 0 എന്നായിരിക്കും വരിക തന്നെ. അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി എന്നാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു, സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി, എൻ ഗ്യാസ് ആർ ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് ആൻഡ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് ആൻഡ് ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ്. അതാണ് ഡെൽറ്റ എൻ എന്ന് പറയുന്നത്. സോ this is the another expansion or other terms for delta H. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ പറ്റിയിട്ടാണ്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.